മുഖ്യമന്ത്രി ചർച്ചകളിലെ പരസ്യപോരിനെ വിമർശിച്ച UDF കൺവീനർ അടൂർ പ്രകാശും രംഗത്തുവന്നു. അണികളെ നേതാക്കൾ നിയന്ത്രിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾ നൽകിയ വിജയം ഒറ്റയ്ക്കുള്ള നേട്ടമല്ല, തെരുവുയുദ്ധത്തിൽ ആരും പങ്കാളികളാകരുതെന്നും അടൂർ പ്രകാശ്. UDF കൺവീനർ അടൂർ പ്രകാശാണ് ഇപ്പോൾ 24-നൊപ്പം ചേരുന്നത്. സർ, ഈ വലിയൊരു വിജയമായിരുന്നു തിരഞ്ഞെടുപ്പിലുണ്ടായത്. പക്ഷേ അതിനുശേഷമുള്ള ഈ മുഖ്യമന്ത്രി ചർച്ച, പ്രവർത്തകർ തന്നെ തെരുവിലേക്ക് ഇറങ്ങിയുള്ള പ്രതിഷേധങ്ങൾ, ഫ്ലെക്സ് യുദ്ധം, ഇതൊക്കെ ഈ ഒരു വിജയത്തിന്റെ ശോഭ കെടുത്തുന്നുണ്ടോ? ഒരിക്കലും ചെയ്തുകൂടാ പറ്റാത്ത കാര്യങ്ങളാണ് ഈ ഇന്ന് പാർട്ടി പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം UDFന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ നൽകി എന്ന് പറയുമ്പോൾ അത് ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിലാണ് കേരളത്തിലെ ജനങ്ങൾ ആ അംഗീകാരം നൽകിയിട്ടുള്ളത്. ഒരു കൂട്ടായ്മയാണ് അതിലുണ്ടായിട്ടുള്ളത്. ആ കൂട്ടായ്മയിലൂടെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിഞ്ഞു എങ്കിൽ അത് ആരുടെയെങ്കിലും ഒറ്റയ്ക്കുള്ള ഒരു നേട്ടമായി നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിനകത്ത് UDF എന്ന് പറയുമ്പോൾ പല ഘടകകക്ഷികളുണ്ട്. അവർ ഉൾപ്പെടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമവും കൂട്ടായ പ്രവർത്തനവുമാണ് ഇത്തരം നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള അഭിപ്രായം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഈ തെരുവ് യുദ്ധത്തിൽ ആരും പങ്കാളികളാകാതിരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ആ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ കൂട്ടായ്മ തെളിയിക്കാനുള്ളത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന മന്ത്രിസഭാ രൂപീകരണമാണെങ്കിലും അതിൻ്റെ മറ്റ് ചടങ്ങുകളിലേക്ക് പോകുന്ന അവസരങ്ങളിലൊക്കെ തന്നെ കൂട്ടായ ഒരു നീക്കം നടത്തേണ്ടതിന് പകരം ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് തെരുവ് യുദ്ധത്തിലേക്ക് പോകുന്നത് ഒരിക്കലും ശരിയായ ഒരു കാര്യം ആണ് എന്ന് UDF കൺവീനർ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഈ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ അങ്ങനെ സ്വന്തം അണികളെ ഈ നേതാക്കൾ തന്നെ ഇടപെട്ടുകൊണ്ട് നിയന്ത്രിക്കണമെന്നാണ് UDF കൺവീനർക്ക് പറയാനുള്ളത്. സന്തോഷ് ചേകർക്കൊപ്പം ജിബിൻ JB, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.